everyone, welcome back to Silent Learning. It's me, Rohit. മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ്. റാഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ്. വളരെ എളുപ്പമാണ് ഈ പ്രോപ്പർട്ടി പഠിക്കാൻ. ആക്ച്വലി നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് എടുക്കാം. ഈ ഡെഫിനിഷൻ കണ്ടുപിടിക്കണ്ട, അത് കണ്ടേ വേണ്ട, അത് നോക്കുകയേ വേണ്ട. ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് എടുക്കും മക്കള്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഹോൾ നമ്പേഴ്സ് എടുത്തു. ഓക്കെ, ഹോൾ നമ്പേഴ്സ് എടുത്തു. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാടാ? 0 മുതൽ തുടങ്ങിയിട്ട് 1, 2, 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ പോകുന്ന നമ്പേഴ്സ് അല്ലേ? ഓക്കെ, ഇതിലൊരു 3 നമ്പർ എടുത്തേ മക്കള്. ഏതെങ്കിലും ഒരു 3 നമ്പർ എടുത്തോ. ഇപ്പം ഞാൻ എടുത്തു 2 എടുത്തു, പിന്നെ 5 എടുത്തു, പിന്നെ 7 എടുത്തു. ഓക്കെ, 2, 5, 7 എടുത്തു. ഇനി ഒരു ഓപ്പറേഷൻ പറ. ഏതൊക്കെ ഓപ്പറേഷൻസ് ഉള്ളത്? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യും. അഡീഷൻ. ഓക്കെ, അഡീഷൻ ചെയ്യാം. 3 തമ്മിൽ അഡീഷൻ ചെയ്യാം. അതിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടെ അഡീഷൻ ചെയ്യുന്നു. ഓക്കെ, അന്നിപ്പോൾ എത്രയാണ് കിട്ടുക? വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് എന്താ? ഇത് രണ്ടും കൂടെ ആദ്യം ചെയ്യണം. 5 + 7 എത്രയാ? 7 + 5 12 അല്ലേ? അപ്പോൾ 2 + 12 എന്ന് വരും. ദാറ്റ് ഈസ് 14 അല്ലേ? ഇനി ഞാൻ അതേ സാധനം റിപ്പീറ്റ് ചെയ്യുന്നു. എന്ത്? 2 + 5 + 7 ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷെ ആദ്യം ചെയ്യുന്നത് ഇത് രണ്ടും തമ്മിലാണ് ചെയ്യുന്നത്, അഡീഷൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ആൻസർ എത്രയാണ് വരിക? നോക്ക്. ആദ്യം നമ്മൾ ഇത് രണ്ടും ചെയ്യുന്നു. 5 + 2 എത്രയാ? 7. 7 പ്ലസ് ബാക്കി ഏതാണുള്ളത്? +7 +7. ആൻസർ എത്രയാ? 14 അല്ലേ? രണ്ടും സെയിം ആൻസർ അല്ലേ നമുക്ക് കിട്ടിയത് മക്കളെ? അല്ലേ? നമ്മൾ 3 ഹോൾ നമ്പേഴ്സ് എടുത്തു. 3 ഹോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു. ആദ്യം ഗ്രൂപ്പ് ചെയ്തത് അവസാനത്തെ 2 നമ്പേഴ്സ് ആയിരുന്നു. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തത് ആദ്യത്തെ 2 നമ്പേഴ്സാണ്. പക്ഷേ ഗ്രൂപ്പിംഗ് മാറ്റി ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നത് സെയിം ആണ്, ആൻസർ കിട്ടുന്നത് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഹോൾ നമ്പേഴ്സ് ആർ, നമ്മൾ ഏത് നമ്പേഴ്സാണ് എടുത്തത്? ഹോൾ നമ്പേഴ്സ് ആണ് നമ്മൾ എടുത്തത്. ഹോൾ നമ്പേഴ്സ് ആർ അസോസിയേറ്റീവ് അണ്ടർ ഏത് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്? അഡിഷൻ. അപ്പോൾ നമുക്ക് പറയാം ഹോൾ നമ്പേഴ്സ് ആർ അസോസിയേറ്റീവ് അണ്ടർ അഡിഷൻ. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മൾ 3 അതിലധികം നമ്പേഴ്സ് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു. അഡീഷനോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ സബ്ട്രാക്ഷനോ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നു. എന്നിട്ട് ഗ്രൂപ്പിംഗ് മാറ്റിയാലും കിട്ടുന്ന റിസൾട്ട് സെയിം ആണെങ്കിൽ നമുക്ക് പറയാം അത് അസോസിയേറ്റീവ് ആണെന്ന്. ആ ഒരു പ്രോപ്പർട്ടീൻ്റെ കേസിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് അസോസിയേറ്റീവ് ആണെന്ന് പറയാം. ഇനി നമുക്ക് ഹോൾ നമ്പേഴ്സിൻ്റെ കേസ് തന്നെ നമുക്ക് എന്ത് നോക്കാം മക്കളെ? സബ്ട്രാക്ഷൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ? നോക്കാം. നിങ്ങളൊരു 3 ഹോൾ നമ്പേഴ്സ് പറ. ഫോർ എക്സാമ്പിൾ 7 അല്ലെ വേണ്ട 9 ദെൻ 8 ദെൻ 3. ഓക്കെ, 3 തമ്മിൽ സബ്ട്രാക്ഷൻ ചെയ്യുന്നു. ആദ്യം ഞാൻ ഇത് ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ എത്രയാണ് വരിക? 9 മൈനസ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ആദ്യം ചെയ്യാം. എത്രയാ? 8 - 3 എത്രയാ? 5. 9 - 5 എന്ന് കിട്ടി. അഥവാ എന്ത് കിട്ടി? ആൻസർ 4 എന്ന് കിട്ടി. ഇതെന്താണ്? മേലത്തത് രണ്ടും അസോസിയേറ്റീവ് ആണ്. ഇനി താഴത്ത് ഓക്കെ, 9 - 5 4 കിട്ടി. ഇനി അതേ നമ്പേഴ്സ് തന്നെ ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു. 9ഉം 8ഉം 3ഉം തന്നെ സബ്ട്രാക്ഷനാണ് ചെയ്യുന്നത്. പക്ഷേ മേലെ നമ്മൾ ചെയ്തത് അവസാനത്തെ 2 നമ്പേഴ്സാണ്. താഴെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യത്തെ 2 നമ്പേഴ്സ് ഗ്രൂപ്പ് ചെയ്യുന്നു. ഓക്കെ, എത്ര വരും? 9 - 8 എത്രയാടാ? 9 - 8 എന്ന് പറഞ്ഞാൽ 1 വന്നു. പിന്നെയോ? പിന്നെ പുറത്തൊരു -3 ഉണ്ട്. -3 2. 1 - 3 എത്ര ആൻസർ? -2 അല്ലേ? ആൻസർ രണ്ടും സെയിം ആണോ? അല്ല, ഒന്ന് 4 ആണ്, ഒന്ന് -2 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് അസോസിയേറ്റീവ് അണ്ടർ ഏത് ഓപ്പറേഷനില്ല? സബ്ട്രാക്ഷൻ വരുമ്പോൾ എന്തല്ല? അസോസിയേറ്റീവ് അല്ല. ക്ലിയർ ആണോ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ മക്കൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടെ നോക്കിയാലോ? മൾട്ടിപ്ലിക്കേഷൻ നോക്കുക മക്കളെ. ഒരു എക്സാമ്പിൾ ഇതാ. 3 × 4 × 7. 4 × 7 ആണ് നമ്മൾ ആദ്യം ഗ്രൂപ്പ് ചെയ്തത്. 4 × 7 എത്രയാടാ? 4 7 28. 28 × 3 എത്ര വരും? 28 × 3 എന്ന് പറഞ്ഞാൽ 3 8 24 4 ബാക്കി 2 2 3 2 8 84 വരും അല്ലേ? ഇനി നമ്മൾ അതേ നമ്പേഴ്സ് ആദ്യം 3 × 4 ചെയ്യുന്നു. 3 × 4 എത്രയാ? 12. 12 × എത്രയാടാ? 12 × ആദ്യം നമ്മൾ 3 × 4 ചെയ്തു. എന്നിട്ടോ 12 × 7 2 7 14 4 ബാക്കി 1 84. മറ്റേത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 4 28 × 3 3 20 60 3 8 24 84 തന്നെയായിരുന്നു കിട്ടിയത്. അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം അസോസിയേറ്റീവ് ആണ്. എന്ത്? ഹോൾ നമ്പേഴ്സ്. ഏത് ഓപ്പറേഷനിൽ? മൾട്ടിപ്ലിക്കേഷനിൽ. ഇനി ഡിവിഷനിൽ അസോസിയേറ്റീവ് ആയിരിക്കുമോ? നിങ്ങളൊരു എക്സാമ്പിൾ അവിടെ നോക്കുക. 9 / 6 / 2. 3 ഹോൾ നമ്പേഴ്സ് ആണ്, 9ഉം 6ഉം 2ഉം. ഓക്കെ,
3 ഹോൾ നമ്പേഴ്സാണ് 9ഉം 6ഉം 2ഉം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതാണ്, ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ഇതാണ്. അവസാനത്തെ 2 നമ്പേഴ്സ് ഗ്രൂപ്പ് ചെയ്തു. അതായത് ഇത് ആദ്യം ചെയ്യാം. 6/2 എത്രയാ 3. അപ്പോൾ എന്താ വരിക 9 എന്താ 6/2 3 ആണ്. 9/3 എന്ന് പറഞ്ഞാൽ എത്രയും വരും 3 ആൻസർ കിട്ടും. അപ്പോൾ ഇത് 3 ആണ് കിട്ടുക. ഇനി അപ്പുറത്തുള്ളതോ ഇതേ സാധനം തന്നെ, പക്ഷേ ആദ്യം ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ് 9ഉം 6ഉം ആണ് ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. നോക്കാം നമുക്ക്. 9/6 എത്രയാണ് മക്കളെ 9/6. ഓക്കെ, അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. 2ന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2ന്റെ റെസിപ്രോക്കൽ 1/2 ആണ്, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 9/6 എന്ന് പറഞ്ഞാൽ 9ൽ എത്ര 3 ഉണ്ട്? 3 3 അല്ലേ. 9നെ 6നെ നമുക്ക് കട്ട് ചെയ്യാം. 9ൽ എത്ര 3 3 3. 6ൽ എത്ര 3 2 3 അല്ലേ. സോ 3 × 1 / 3 × 1 എന്ന് പറഞ്ഞാൽ 3 × 1 എന്ന് പറഞ്ഞാൽ 3, പിന്നെ 2 × 2 എന്ന് പറഞ്ഞാൽ 4. അത് 3/4 ആണ് കിട്ടുന്നത്. 2 ആൻസറും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇത് രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ എന്തല്ല, ഹോൾ നമ്പേഴ്സ് ഡിവിഷൻ്റെ കേസിൽ അസോസിയേറ്റീവ് അല്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എല്ലാ മക്കൾക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ മക്കളെ, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ റാഷണൽ നമ്പേഴ്സ് അഡീഷൻ്റെ കേസിലും സബ്ട്രാക്ഷൻ്റെ കേസിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ഡിവിഷൻ്റെ കേസിലും അസോസിയേറ്റീവ് ആണോ അല്ലയോ എന്ന് ഈ വീഡിയോയുടെ അടിയിൽ മക്കളെല്ലാവരും നിർബന്ധമായിട്ടും കമന്റ് ഇടണം. എത്ര കുട്ടികൾ ശരിയായിട്ട് കമന്റ് ഇടുമെന്ന് നമുക്ക് നോക്കാം. സോ മക്കളെ, NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സുകളും, ആ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ലൈവ് ക്ലാസ്സുകളായിരിക്കും. അതോടൊപ്പം തന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിലെ കൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 5 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. യോധ ബാച്ചിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യോധ ബാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കൂടെ അങ്ങനെ ഓടിക്കളിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് യോധ ബാച്ചിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. അവസാനത്തേക്ക് അക്കാദമിക് ഇയറിൻ്റെ അവസാനത്തേക്ക് പരീക്ഷകളിൽ പൊട്ടിയിട്ട് ടീച്ചേഴ്സ് സ്കൂളുകളിൽ റീടെസ്റ്റ് വെക്കുന്ന സമയത്ത് ഓടിപ്പിടിച്ച് എങ്ങനെയെങ്കിലും പാസ്സാവണം സൈലം എന്ന് പറഞ്ഞിട്ട് വരുന്നതിലും നല്ലത് ആദ്യമേ കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുന്നതാണ്. അതിന് മാത്രം ഫീസും വരുന്നില്ല അല്ലേ. എല്ലാ സബ്ജക്റ്റിനും കൂടി എത്ര ആകെ ഫീസ് വരുന്നത് 2,999 2,500 യെസ് 2,500 അത്രയും ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിലേക്ക് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് സൈലത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആരെങ്കിലും യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.